ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കുട്ടള വാർഡിൽ മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സ്ഥാനാർത്ഥിക്ക് അയോഗ്യത വന്നിരിക്കുന്ന വിവരം. അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ വ്യക്തമായ ഉത്തരവ് വരികയും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലെത്തുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത് ഒരു പ്രത്യേക സ്ഥലത്ത് സാധാരണ താമസക്കാരാണെങ്കിൽ വാസസ്ഥലം മാറുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മറ്റു തടസ്സങ്ങളില്ല. ഇത് നിർദ്ദേശിച്ച് തിരുവനന്തപുരം ഇലക്ടറൽ ഓഫീസർക്കുള്ള മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇതോടെ വൈഷ്ണവിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്നതിന് തടസ്സങ്ങളില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുട്ടള വാർഡിന് അവർ സ്ഥിരതാമസക്കാരാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറിച്ച് അവരുടെ വീട്ടു നമ്പറിലുണ്ടായ ഒരു അവ്യക്തതയാണ് ഇതിന്റെ പ്രശ്നത്തിന്റെ തുടക്കം. ആ നമ്പറിലുള്ള വീട്ടിൽ അവർ താമസമില്ല, അതിന്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്നതാണ് ഇതിന്റെ വ്യക്തം. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആളെ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ മറ്റ് രേഖകളൊന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന വാർഡ് ചീട്ടോ അല്ലെങ്കിൽ മറ്റു വീട്ടു നമ്പറിന്റെ ഇതോ ഒന്നും തടസ്സങ്ങളല്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പൊ ഏതായാലും വൈഷ്ണവിക്ക് അവിടെ വോട്ട് ചെയ്യുവാനും ആ വാർഡിൽ മത്സരിക്കുവാനും സാധിക്കും എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അത് ഉത്തരവായി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അതിൽ തടസ്സങ്ങളൊന്നുമില്ല. ഇനി അവർക്ക് ആ വാർഡിൽ മത്സരിക്കാം. തീർച്ചയായും ഇത് കേരളത്തിൽ ഒരു സാധാരണ ഒരു കോർപ്പറേഷനിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിലെ ഒരു വാർഡിലെ സ്ഥാനാർത്ഥി ഇത്രയും അറിയപ്പെട്ടത് തന്നെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിച്ചതും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വോട്ട് ഇല്ല എന്ന വാർത്തയും ഒക്കെ വന്നതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എത്രയോ 1600 ചില്ലാൻ വാർഡുകൾ മൊത്തത്തിലുണ്ട്. ഇതിനൊന്നും സ്ഥാനാർത്ഥികളെ നമ്മുടെ പ്രദേശത്തെ ആളുകളെ അറിയാമെന്നല്ലാതെ മറിച്ചൊന്നും അറിയില്ല. പിന്നെ കോർപ്പറേഷനിലൊക്കെ അറിയപ്പെടുന്ന കുറച്ചുകൂടി മുതിർന്ന നേതാക്കളൊക്കെ മത്സരിക്കുമ്പോഴൊക്കെ ന്യൂസുകളിൽ വരും എന്നല്ലാതെ സാധാരണ സ്ഥാനാർത്ഥികളെ ഒന്നും അറിയാറില്ല. ഇപ്പൊ 1-2 കേസുകൾ ഇങ്ങനെ അറിയപ്പെടുന്നത് അവരുടെ ഇങ്ങനെ ഓരോ നൂലാമാലകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മത്സരിക്കുവാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ഇവർ ഇനി സാധാരണ രീതിയിൽ തന്നെ നോമിനേഷൻ കൊടുക്കലും മറ്റു കാര്യങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 27ാം വാർഡ് മുട്ടടയിലാണ് ഇവരുടെ വോട്ട് പുനഃസ്ഥാപിച്ചത് കമ്മീഷൻ ഉത്തരവായത്. ഇത് കെട്ടിട നമ്പർ നേരത്തെ സൂചിപ്പിച്ചല്ല, തെറ്റായി രേഖപ്പെടുത്തി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇഷ്യൂ ഉണ്ടായതും. ഇപ്പോൾ ആ ഇഷ്യൂ പരിഗണിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ മത്സരിക്കുവാനും വോട്ട് ചെയ്യുവാനും ഒക്കെ സാധിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിനുള്ള ഉത്തരവാണ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണല്ലോ. ഒരാൾ മത്സരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് അതുമായി മുന്നോട്ട് പോകേണ്ടതുണ്ടല്ലോ ആ പാർട്ടിക്ക്. അപ്പോൾ അത് ആ പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും ഒക്കെ സംബന്ധിച്ച് അത് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. പ്രവർത്തകരെ സംബന്ധിച്ചും ഒക്കെ അവർക്ക് അനുകൂലമായ ഉത്തരവ് ലഭിച്ചു, അവർക്ക് അവിടെ മത്സരിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായും അത് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.